പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, കേരള PSCയുടെ മത്സര പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കറണ്ട് അഫെയർ അല്ലെങ്കിൽ ടോപ്പിക്കാണ് നോബൽ പ്രൈസ്. അതത് വർഷങ്ങളിലെ നോബൽ സമ്മാനം. ഇപ്പോൾ അതത് വർഷങ്ങളിലെന്ന് പോലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ഇപ്പോൾ എക്കണോമിക്സിൽ നിന്നുള്ള നോബൽ പ്രൈസിൻ്റെ ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അതായത് കഴിഞ്ഞൊരു 3 വർഷത്തെ നോബൽ പ്രൈസ് ജേതാക്കൾ ഒരു സൈഡിൽ തരും. ഓക്കെ, എന്നിട്ട് അവരുടെ സംഭാവനകൾ മാച്ച് ചെയ്യാൻ പറയും. അപ്പോൾ അതത് വർഷത്തെ എന്നുള്ളതല്ല, ഏത് മേഖലയിൽ എന്ത് സംഭാവനയ്ക്കാണ് അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയെന്നുള്ളതും ചോദ്യമായിട്ട് വരാറുണ്ട്. ഓക്കെ, നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക്സിൽ നിന്നുള്ള നോബൽ പ്രൈസാണ്. അപ്പോൾ ഇനി സ്റ്റേജ് 2, സ്റ്റേജ് 3 പ്രിലിംസ് എഴുതുന്നവരാണെങ്കിലും ശരി, ഡിഗ്രി മെയിൻസിലോട്ട് പോകുന്നവരാണെങ്കിലും ശരി, 2025 അപ്പം 2026 നോബൽ പ്രൈസ് പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ 2025 വരെയുള്ള കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റ് നോബൽ പ്രൈസ് അല്ല. കാരണം എക്കണോമിക്സ് എന്നുള്ള ആ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസിൻ്റെ അകത്തുനിന്ന് 2 തവണ നോബൽ പ്രൈസ്, എക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസ് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇവിടെ 2 ചോദിച്ചിരിക്കുന്നത്, 2 ഒക്കേഷനിലും ചോദിച്ചിരിക്കുന്നത് എന്ത് കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ നൊബേൽ ലോറിയേറ്റ്സ് എന്ത് സംഭാവന നൽകിയതിൻ്റെ പേരിലാണ് അവർ ആ വർഷം നോബൽ ജേതാക്കളായതെന്നുള്ളതാണ്. 2021 2020 നോബൽ പ്രൈസുമായിട്ട്, എക്കണോമിക്സിൽ നോബൽ പ്രൈസുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വന്നു. 2023 2022 ബന്ധപ്പെട്ട് ചോദ്യം വന്നു. സോ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ഈ 2026 നടക്കാൻ പോകുന്ന വിവിധ സ്റ്റേജുകളായിട്ട് നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എക്സാമിൽ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ഇൻ 2025 ജേതാക്കൾ എന്ത് സംഭാവനയുടെ പേരിലാണ്, അല്ലെങ്കിൽ അവരെന്ത് സംഭാവന മനുഷ്യരാശിക്ക് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് നോബൽ സമ്മാനം ഫോർ എക്കണോമിക് സയൻസസ് അവാർഡ് ചെയ്തതെന്നുള്ളതാണ് നോക്കുന്നത്. സോ അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ അറിയേണ്ടത്, നമുക്കറിയാം ഈ നോബൽ സമ്മാനങ്ങൾ ആൽഫ്രഡ് നോബൽ എന്ന് പറയുന്ന വ്യക്തിത്വം അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ എഴുതി വെച്ചതിൻ്റെ, അതാണ് അതിൻ്റെ ഫണ്ടെന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത്, അദ്ദേഹത്തിൻ്റെ ഫാമിലി ഈസ് ആക്ച്വലി ടേക്കിംഗ് കെയർ ഓഫ് ദീസ് എന്താ പറയണ്ടേ നോബൽ പ്രൈസ്, അതിൻ്റെ പ്രൈസ് മണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വിൽപത്ര പ്രകാരം 1895 അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ വിൽപത്ര പ്രകാരമാണ് എന്ത് വരുന്നത്, നോബൽ സമ്മാന ജേതാക്കൾക്ക് സമ്മാന തുകയും കാര്യങ്ങളും പോകുന്നത്. പിന്നെ ഈ നോബൽ കമ്മിറ്റിയാണ് നോബൽ പ്രൈസ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്കണോമിക്സിൻ്റെ നോബൽ പ്രൈസ് അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വിൽപത്രത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ ആൻഡ് പീസ് ഒക്കെയാണ്. ഫിസിക്സ്, കെമിസ്ട്രി, മെഡിസിൻ, ലിറ്ററേച്ചർ ആൻഡ് പീസ്, ഇതിൽ എന്തില്ല, എക്കണോമിക്സ് ഇല്ല. സോ ആൽഫ്രഡ് നോബൽ വിൽപത്ര ഫാമിലിയിൽ പെടുന്ന ഒന്നല്ലെന്ത്, എക്കണോമിക്സ്. അപ്പോൾ ഒന്നാമതായിട്ട് അറിയേണ്ടത് ഒറിജിനലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത നോബൽ പ്രൈസിൻ്റെ ഭാഗമായിരുന്നില്ല എന്ത്, എക്കണോമിക്സിൻ്റെ നോബൽ സമ്മാനം. അപ്പോൾ പിന്നെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്? നമ്മുടെ രാജ്യത്തിൻ്റെ, ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, അപ്പെക്സ് ബാങ്ക് ഓഫ് ഇന്ത്യ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ സ്വീഡിഷ് സെൻട്രൽ ബാങ്കാണ്, സ്വീഡൻ്റെ സെൻട്രൽ ബാങ്കാണ് സ്വെരിഗസ് റിസ് ബാങ്ക് എന്നറിയപ്പെടുന്നത്. എന്താണ് സ്വെരിഗസ് റിസ് ബാങ്ക്? ഈ സ്വെരിഗസ് റിസ് ബാങ്ക് നിലവിൽ വന്ന് അതിൻ്റെ 300ാമത്തെ വാർഷികം, 300th ആനിവേഴ്സറി, 300ാം വാർഷികം ആഘോഷിക്കുന്നത് 1968 അപ്പോൾ സ്വെരിഗസ് റിസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ 300ാം വാർഷികത്തിൽ സ്വെരിഗസ് റിസ് ബാങ്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏർപ്പാടാക്കിയ ഒരു സമ്മാനമാണ് സ്വെരിഗസ് റിസ് ബാങ്ക് പ്രൈസ് ഫോർ എക്കണോമിക് സയൻസസ്. സ്വെരിഗസ് റിസ് ബാങ്ക് പ്രൈസ് ഫോർ എക്കണോമിക് സയൻസസ് ഇതാണ്. അതായത് നമ്മൾ ഇന്ന് നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് എന്ന് പറയുന്നതിൻ്റെ ശരിക്കുമുള്ള നാമം, ശരിക്കും അതിൻ്റെ ഒറിജിൻ ആൽഫ്രഡ് നോബലിൻ്റെ വിൽപത്രത്തിലാണോ? അല്ല, മറിച്ച് എവിടാണ്? ഈ സ്വീഡിഷ് സെൻട്രൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് സ്വീഡിഷ് സെൻട്രൽ ബാങ്കിൻ്റെ 300ാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഏർപ്പാടാക്കിയ ഒരു സമ്മാനമാണ്. അപ്പം ആ സമ്മാനത്തിൻ്റെ പേരെന്താ നോക്കൂ, സ്വെരിഗസ് റിസ് ബാങ്ക് പ്രൈസ് ഇൻ എക്കണോമിക് സയൻസസ് ഇൻ മെമ്മറി ഓഫ് ആൽഫ്രഡ് നോബൽ. ഓക്കെ, ആൽഫ്രഡ് നോബലുമായിട്ടൊരു ബന്ധമുണ്ട്. ഇതിൻ്റെ 300ാം വാർഷികത്തിൽ ഏർപ്പാടാക്കിയ സമ്മാനത്തിന് ആൽഫ്രഡ് നോബലുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താണ്? അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥം കൂടിയാണ് സ്വീഡിഷ് സെൻട്രൽ ബാങ്ക് ഇത്തരത്തിലൊരു സമ്മാനം ഏർപ്പാടാക്കിയത്. സോ ഒറിജിനലി ഇതിൻ്റെ പേര് സ്വെരിഗസ് റിസ് ബാങ്ക് പ്രൈസ് എന്നാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ ഇൻവേരിയബിളി ഇതിനെ, അല്ലെങ്കിൽ കോമൺ മാൻസ് ലാംഗ്വേജിൽ, കോമൺ മാൻസ് നോഷനിൽ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, നോബൽ പ്രൈസ് ഫോർ എക്കണോമിക് സയൻസസ് എന്ന് വിളിക്കുന്നു. ഇതാണ് അതിൻ്റെ ചരിത്രം. അങ്ങനെ ആദ്യമായിട്ട് 68 ഈ പറയുന്ന സമ്മാനം ഏർപ്പാടാക്കിയത്. 69 തൊട്ട് ജേതാക്കളെ പ്രഖ്യാപിച്ച് സമ്മാനം അവാർഡ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ലോറിയേറ്റ്സിനെ ഒന്ന് അറിഞ്ഞിരിക്കുക, റാഗ്നാർ ഫ്രിഷും അതുപോലെ തന്നെ ജാൻ ടിൻബർഗിനുമാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് മണി സോഴ്സ് ഫോർ ഓൾ ഒബ്വിയസ് റീസൺ, ഒരു കാരണവശാലും ആൽഫ്രഡ് നോബലിൻ്റെ കുടുംബക്കാർ
അദ്ദേഹത്തിൻ്റെ ആൽഫ്രഡ് നോബലിൻ്റെ വിൽപ്പത്ര പ്രകാരമുള്ള ആ ഒരു റിസോഴ്സിൽ നിന്ന് അല്ലെങ്കിൽ ആ വെൽത്തിൽ നിന്ന് ആ ഫോർച്യൂണിൽ നിന്ന് ഇതിൻ്റെ സമ്മാനത്തുക കൊടുക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഒരു സാധ്യതയില്ല. അപ്പോൾ എവിടെ നിന്നായിരിക്കും ഫണ്ട് മണി വരുന്നത്? ഇത് പ്രൈസ് മണി വരുന്നത് സ്വരിഗസ് റിസ് ബാങ്ക് ആണ് ഫണ്ട് നൽകുന്നത്, അല്ലെങ്കിൽ പ്രൈസ് നൽകുന്നത് സ്വരിഗസ് റിസ് ബാങ്ക് ആണ്. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നാളെ ഇതുവരെ 68, 69 എക്കണോമിക്സിലുള്ള നോബൽ പ്രൈസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത കാലം തൊട്ട് ഇന്ന് വരെ ഈ 2025 വരെയുള്ള സമ്മാന ജേതാക്കളെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തവണ ഇന്ത്യക്കാരനായിട്ടുള്ള AK സെൻ, അമർത്യ കുമാർ സെൻ, AK സെൻ, അമർത്യ സെൻ എന്നുള്ള പേരിൽ നിങ്ങൾ കൂടുതൽ ഇദ്ദേഹത്തെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം. ഇദ്ദേഹം ഒരുപാട് എസ്സേസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എസ്സേസ് ഇപ്പം ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യനൊക്കെ ഇദ്ദേഹം ജോയിൻ്റ്ലി എഴുതിയ എസ്സേ ആണ്. ഓക്കെ, AK സെൻ, അമർത്യ കുമാർ സെൻ, നൊബേൽ ലോറിയേറ്റ് ഇൻ എക്കണോമിക്സ്. എന്തിനു വേണ്ടിയാണ്? വെൽഫെയർ എക്കണോമിക്സിനാണ് അദ്ദേഹത്തിന് 1998 നോബൽ സമ്മാനം കിട്ടി. അപ്പോൾ നോബൽ സമ്മാനം എക്കണോമിക്സിന് കിട്ടിയ ഒരേ ഒരു ഇന്ത്യക്കാരൻ AK സെൻ അല്ലെങ്കിൽ അമർത്യ കുമാർ സെൻ ആണ്. വെൽഫെയർ എക്കണോമിക്സിനാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത്. അപ്പോൾ നമ്മുടെ ചോദ്യത്തിലോട്ട് വരാം. ചോദ്യം സോൾവ് ചെയ്യുന്നതിന് മുന്നേ, ഇത്തവണ നോബൽ സമ്മാനം കിട്ടിയത് ജോവൽ മോക്കെയർ, ഫിലിപ്പ് എഗ്യോൺ ആൻഡ് പീറ്റർ ഹവിറ്റ്. ഓക്കെ, സോ ബേസിക്കലി ഇവർക്ക് എന്തിനാണ് ഈ പറയുന്നത് പോലെ ഇത്തവണത്തെ നോബൽ സമ്മാനം, നോബൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് നൽകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻ്റ്ലി, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ആ ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഞാൻ തന്നിട്ടുള്ളത്. ഇൻഡിവിജ്വലി നോക്കിക്കഴിഞ്ഞാൽ ജോയൽ മോക്കെയർ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഫൗണ്ടേഷൻസ് ഓഫ് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ഹൗ ഇന്നോവേഷൻ എനേബിൾസ് സസ്റ്റെയിൻഡ് ലോങ് ടേം ഗ്രോത്ത്. ഓക്കെ, സസ്റ്റെയിൻഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്തിന്. സോ എക്കണോമിക് ഗ്രോത്ത്, ഒരു രാജ്യം എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക്, ചൈനയ്ക്കൊക്കെ 2 ഡിജിറ്റ് എക്കണോമിക് ഗ്രോത്ത് ആണ് അച്ചീവ് ചെയ്യാനുള്ളത്. എന്ന് പറഞ്ഞാൽ 10% വളർച്ചാ നിരക്ക് അച്ചീവ് ചെയ്യണം. നമ്മളൊരു 7%, 8% ഇപ്പോൾ ഇങ്ങനെ ടോഗിൾ ചെയ്ത് നിൽക്കുകയാണ്. 10% വളർച്ചാ നിരക്ക് 2030 ഇന്ത്യ അച്ചീവ് ചെയ്തു എന്ന് കരുതുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഹിസ്റ്റോറിക്കലി, ചരിത്രപരമായിട്ട് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ, എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ ഒരു പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള, സജസ്റ്റഡ് ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ ഡെവലപ്ഡ് എക്കണോമിയിലേക്കുള്ള ഒരു പാത വളർച്ചാ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? സാങ്കേതികമായിട്ടുള്ള പുരോഗതിയും കൂടെ കൈവരിക്കേണ്ടതുണ്ട്. സോ വിത്തൗട്ട് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ആൻഡ് ഇന്നോവേഷൻ വാട്ട് കനോട്ട് ബി സസ്റ്റെയിൻഡ്, എക്കണോമിക് ഗ്രോത്ത് കനോട്ട് ബി സസ്റ്റെയിൻഡ് എന്നതാണ് ആരുടെ കണ്ടെത്തൽ? ജോയൽ മോക്കെയറിൻ്റെ കണ്ടെത്തൽ. ഇനി ഇവരെ ഈ കണ്ടെത്തലുമായിട്ട് ഇവർ 3 പേരും ജോയിൻ്റ് ആയിട്ടാണല്ലോ ഇപ്പോൾ നൊബേൽ ലോറിയേറ്റ്സ് ആയ എക്കണോമിക് സയൻസിൻ്റെ. സോ ഇവരെന്താ പറഞ്ഞത്? ഇദ്ദേഹം പറഞ്ഞതിനെ ശരിവെക്കുന്ന രീതിയിൽ ആ ടെക്നോളജിക്കൽ ഇന്നോവേഷൻ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിലവിലുള്ള ഒരു സാങ്കേതികവിദ്യ സംവിധാനം അതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മറ്റൊരു സാങ്കേതികവിദ്യ സംവിധാനം അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഡിസ്ട്രക്ഷൻ അല്ലേ നടക്കുന്നത്? എക്സിസ്റ്റിംഗ് സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ മാറി. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കറിയാം എന്താണ് നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ് സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഉള്ളത്. ഓക്കെ, ഡിമാറ്റ് അക്കൗണ്ടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് പേപ്പറിലുണ്ടായ എഴുത്തുകുത്തുകളെല്ലാം ഡിജിറ്റലൈസ് ചെയ്ത് ഡിമാറ്റായിട്ട് മാറുക ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഡിജിറ്റൽ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് അതുവരെ ഉണ്ടായിരുന്ന ഒരു സംവിധാനത്തെ മൊത്തം നമ്മൾ എന്ത് ചെയ്തു? ഡിസ്ട്രക്ട് ചെയ്തു. പക്ഷേ ആ ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു എന്താ പറയണ്ടേ, ഒരു റിഗ്രസീവ് സെൻസിലോ അല്ലെങ്കിൽ ഒരു ഡിട്രിമെൻ്റൽ സെൻസിലുള്ള ഡിസ്ട്രക്ഷൻ ആണോ? അല്ല, അത് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനാണ്. ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനാണ്. അപ്പോൾ ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷനെ കുറിച്ചാണ് ആര് പറയുന്നത്? ഫിലിപ്പ് എഗ്യോണും അതുപോലെ തന്നെ പീറ്റർ ഹവിറ്റും പറയുന്നത് എന്താണ്? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, തിയറി ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. അതായത് ന്യൂ ഇന്നോവേഷൻ റീപ്ലേസ് ഓൾഡ് ഇൻഡസ്ട്രീസ് ഡ്രൈവിംഗ് കണ്ടിന്യൂസ് എക്കണോമിക് ഗ്രോത്ത്. ഇദ്ദേഹം എന്താ പറഞ്ഞത്? എക്കണോമിക് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇന്നോവേഷനും ടെക്നോളജിയും വേണം. ഇവരെന്താ പറഞ്ഞത്? അത്തരത്തിൽ എക്കണോമിക് ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി എന്ത് സംഭവിക്കണം? ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ സംഭവിക്കണം. സോ ഈ കാഴ്ചപ്പാടിനാണ് ജോയൽ മോക്കെയറിനും ഫിലിപ്പ് എഗ്യോണിനും പീറ്റർ ഹവിറ്റിനും എന്ത് അവാർഡ് ചെയ്തത്? 2025 എക്കണോമിക്സിനുള്ള നൊബേൽ പ്രൈസ് അവാർഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കേ. നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് ഇൻ 2025 വാസ് അവാർഡഡ് ഫോർ കോൺട്രിബ്യൂഷൻസ് ടു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനും നിങ്ങൾ കാര്യം മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരികയാണ്. 2020 തൊട്ടുള്ള നൊബേൽ പ്രൈസ് ഫോർ എക്കണോമിക്സ് എന്ത് സംഭാവനയ്ക്ക് ആർക്ക് നൽകി എന്നുള്ളത് നിങ്ങളൊരു നോട്ടാക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ ഒരെണ്ണം മാത്രമേ വാലിഡ് ഓപ്ഷൻ കാണത്തുള്ളൂ. ഓക്കെ, 2025 നമുക്കറിയാം ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ, അതുപോലെ തന്നെ സസ്റ്റെയിൻഡ് എക്കണോമിക് ഗ്രോത്തിന് ടെക്നോളജിയും ഇന്നോവേഷനും വേണം. ഇതിനാണ് ഈ ഒരു
ഐഡിയക്കാണ് ഇത് ഡെവലപ്പ്, ഈ ഐഡിയ അല്ലെങ്കിൽ ഈ തിയറി ഡെവലപ്പ് ചെയ്ത് അത് തെളിയിച്ചതിനാണ് എന്ത് നോബൽ പ്രൈസ് നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം മുമ്പത്തെ അവാർഡിന് അർഹമായിട്ടുള്ള സംഭാവനകളാണെന്ന് മനസ്സിലാക്കുക. ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ടു ഓപ്ഷൻ തിയറി, ദിസ് വാസ് നോബൽ പ്രൈസ് കിട്ടിയ ഐഡിയ തന്നെയാണ്, സംഭാവന തന്നെയാണ്, പക്ഷേ 25 റിസർച്ച് ഓൺ ബാങ്ക്സ് ആൻഡ് ഫിനാൻഷ്യൽ ക്രൈസിസ് നോബൽ പ്രൈസ് കിട്ടിയ ടീമാണ്, പക്ഷേ 25 സി നോക്കൂ, എക്സ്പ്ലെയിനിങ് ഇന്നൊവേഷൻ ഡ്രിവൺ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് റോൾ ഓഫ് ക്രിയേറ്റീവ് ഡിസ്ട്രക്ഷൻ. ഓക്കെ, സോ ആൻസർ ഏതാ വരുന്നത്? ആൻസർ സി ആണ്. 2025 നോബൽ പ്രൈസ് കിട്ടിയത് എന്തിനാണ്? ഈ ഐഡിയക്കാണ്. കിട്ടിയ ആൾക്കാരുടെ പേരും കൂടെ ഓർത്തിരിക്കുക. നമ്മൾ പക്ഷേ ഡിഗ്രി ലെവലിൽ നോക്കുമ്പോൾ പേരിനേക്കാളും കൂടുതൽ എന്ത് സംഭാവനയ്ക്കെന്നുള്ള ചോദ്യമാണ് വന്നിരിക്കുന്നത്. ജോയൽ മോക്കേർ, ഫിലിപ്പ് എഗ്യോൺ ആൻഡ് പീറ്റർ ഹൗവിറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ലെവലിൽ തന്നെ ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അമർത്യ കുമാർ സെൻ വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ ദ ഇയർ 1998 ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ഇൻ ദ ഫീൽഡ് ഓഫ് ലിറ്ററേച്ചർ ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, പീസ് ഉണ്ട്. ഇതൊന്നുമല്ല, ഇതൊക്കെ ഒറിജിനൽ വിൽപ്പത്രത്തിലുള്ളതാണ്. ഒറിജിനൽ വിൽപ്പത്രത്തിലില്ലാത്ത 68 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്വരിഗസ് റിസ്പെക്ട് പ്രൈസ് ഫോർ എക്കണോമിക് സയൻസസ് അല്ലെങ്കിൽ നോബൽ പ്രൈസ് ഫോർ എക്കണോമിക് സയൻസിനാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അയാളുടെ സംഭാവന വെൽഫെയർ എക്കണോമിക്സിനാണ് കിട്ടിയത്. സോ ആൻസർ ഡി ആണ് ഇവിടെ. ഓക്കെ ഗൈസ്, താങ്ക് യു വെരി മച്ച്.